നമസ്കാരം, ഇത് IBN മലയാളം. ഒരു മനുഷ്യായുസിന്റെ പകുതിയും ആടുകളുടെ കൂടെ ജീവിച്ചു തീർത്ത ഫാറൂഖ് കോളേജ് അണ്ടിക്കാടിൻകുഴി മക്കാട്ടുപറമ്പിൽ പാത്തുമ്മ യാത്രയായി. മരണത്തിന്റെ വിളിയെത്തുന്ന രാത്രിയിലും ആടുകൾക്കൊപ്പമായിരുന്നു അവർ അന്തിയുറങ്ങിയിരുന്നത്. ഉണരുന്നതും ഉറങ്ങുന്നതും ഉണ്ണുന്നതും ആടിനിടയിൽ തന്നെ. ആടുജീവിതം കണ്ട് നാട്ടുകാരവരെ സ്നേഹത്തോടെ വിളിച്ചു ആടുമ്മ. കല്യാണം കഴിക്കുമ്പോൾ മക്കാട്ടു പാത്തുമ്മയ്ക്ക് കേവലം 12 വയസ്സായിരുന്നു. 15-ാം വയസ്സിൽ ഗർഭിണിയായി. 8-ാം മാസം പ്രസവിച്ചെങ്കിലും കുഞ്ഞ് കരഞ്ഞില്ല. അനക്കം വെക്കാത്ത കൊച്ചിനെ കണ്ട് ആർത്തുകരയുമ്പോൾ സമാധാനിപ്പിക്കാൻ ഭർത്താവ് പോലും ഒപ്പമുണ്ടായിരുന്നില്ല. പിതാവിനൊപ്പം പണിക്ക് പോയ മൂപ്പര് പിന്നെ തിരിച്ചു വന്നിട്ടേയില്ല. കുറച്ചുനാൾ ബാപ്പയും ഉമ്മയും കൂടെ ഉണ്ടായിരുന്നു. അധികം വൈകാതെ അവരും മരിച്ചു. അതോടെ തീർത്തും ഒറ്റപ്പെട്ട പാത്തുമ്മയ്ക്ക് പിന്നീടങ്ങോട്ട് തുണയായത് ആടുകളും കോഴികളും മാത്രമായിരുന്നു. ഉപജീവനത്തിനായി പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടിയതാണ് ആദ്യത്തെ ആടും കുഞ്ഞും. അതിനെ നോക്കി വളർത്തിയതോടെ അടുത്ത തലമുറയുണ്ടായി. അങ്ങനെ 10ഉം 20ഉം 30ഉം ആടുകളായി. ഇതിനിടെ കോഴികളെയും വളർത്തി തുടങ്ങി. വയ്യാതെ ആശുപത്രിയിൽ കിടന്നപ്പോൾ നോക്കാൻ ആളില്ലാത്തത് കാരണം ബന്ധുക്കൾ ആടുകളെ വിറ്റു. രോഗം മാറി തിരിച്ചെത്തിയ പാത്തുമ്മ പിന്നെയും ആടിനെയും കുഞ്ഞിനെയും വാങ്ങി വളർത്തി. പെറ്റുപെരുകി 9 എണ്ണം പിന്നെയുമായി. ആഴ്ചകൾക്ക് മുമ്പ് പാത്തുമ്മ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടത്തി ചികിത്സയിലായിരുന്നു. ഡോക്ടറും ജീവനക്കാരും ബന്ധുക്കളും ആവർത്തിച്ചു പറഞ്ഞെങ്കിലും അധിക നാൾ അവിടെ കിടക്കാൻ പാത്തുമ്മ തയ്യാറായില്ല. ഇവിടെ ഇരുന്നാൽ എൻ്റെ മക്കൾ പട്ടിണിയാവേ എന്ന് പറഞ്ഞവർ അരിശം കൊണ്ടു. അതോടെ ഡിസ്ചാർജ് ചെയ്തു വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീണ്ടും അവർ പഴയപടി ജീവിതം ആരംഭിച്ചു. വെളുക്കും മുമ്പ് എഴുന്നേൽക്കും. ആടുകളെയും കോഴികളെയും തീറ്റിക്കും. പുലരുമ്പോഴും പുറത്തേക്ക് നടക്കും. പിന്നെ ഉച്ചയാവുമ്പോഴേ തിരിച്ചെത്തൂ. വരുമ്പോൾ ആടുകൾക്കുള്ള ഇലയും കഞ്ഞിവെള്ളവും എല്ലാം ഉണ്ടാവും. തലേ ദിവസം രാത്രി വരെ ആടുകളെ പരിപാലിച്ച പാത്തുമ്മ വെള്ളിയാഴ്ച പുലർച്ചെയാണ് തൻ്റെ പൊന്നോമന ആടുകളെ തരിച്ചാക്കി മരണത്തിന് കീഴടങ്ങിയത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.